ഈ റിസ്ക് എന്ന് പറയുന്നത് ബറക്കല്ലാഹു ഫീക്കും രണ്ട് തരത്തിലാണ്. റിസ്കു യൻഖസിമു ഇലാ ഖിസ്മൈൻ. ഒന്ന് ആമായിട്ടുള്ള റിസ്ക്കും രണ്ടാമത്തേത് ഖാസായിട്ടുള്ള റിസ്ക്കും. ആമായിട്ടുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ ഹുവ മുത്ലഖുർ റിസ്ക് ഹുവ മാ യൻതഫിഉ ബിഹിൽ അബ്ദു. ഇത് പൊതുവായിട്ടുള്ള ഉപജീവനം, അത് ഒരു അടിമ ഉപയോഗിക്കുന്ന, അതായത് ഉപകാരമെടുക്കുന്നതായിട്ടുള്ള ഉപജീവനത്തിനാണ് എന്ത് പറയാ, അർ റിസ്കുൽ ആം, പൊതുവായിട്ടുള്ള ഉപജീവനം എന്ന് പറയാം. അത് ഹലാലായാലും ഹറാമായാലും ആ ഉപയോഗിക്കുന്ന അടിമ കാഫിറായാലും മുസ്ലിം ആയാലും ഒക്കെ എന്തിൽ പെടും, ഈ റിസ്കുൽ ആമിൽ പെടും. രണ്ടാമത്തെ റിസ്ക് എന്ന് പറയുന്നത് അർ റിസ്കുൽ ഖാസ്. അതിനെ നമ്മൾ രണ്ട് രീതിയിൽ തരംതിരിക്കുകയാണ്. ഒന്ന് അർ റിസ്ക് അൽ ഖാസ് അൽ ഹിസ്സി അൽ മാനവി. ഹിസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പർശിക്കാനൊക്കെ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ഉപജീവനങ്ങളുണ്ട് സൃഷ്ടികൾക്ക് കിട്ടുന്ന. അതിൽ പെട്ടതാണ് ഇപ്പം കുട്ടികള്, സമ്പത്ത്, അവയവങ്ങൾ, ഇപ്പൊ കണ്ണ്, കൈ, കാല്, ഇതൊക്കെ അല്ലാഹു തആല തന്നിട്ടുള്ള എന്താണ്, റിസ്ക്കാണ്. എന്നാൽ മാനവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദുആ വൽ ഫഹം വഗൈർ ദാലിക്, അതായത് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ദുആക്കുള്ളത് എന്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്, അല്ലാഹു തആല അവന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫഹ്മ്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഗ്രാഹ്യത അവൻ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്, ഹിദായത്ത്. ഇസ്ലാമാണ് ഏറ്റവും വലിയ നിഅമത്ത്. മുത്ലഖായിട്ട് പറയാം നമുക്ക് ഏറ്റവും വലിയ നിഅമത്ത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാമാണ്.